ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിങ്ങളുടെ മത്സര പരിശീലന രംഗത്ത് വർഷങ്ങളായി മത്സര പരിശീലകരുടെയും മത്സര പരിശീലനത്തിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികളുടെയും കളിത്തോഴൻ എന്നറിയപ്പെടുന്ന തൊഴിൽ വാർത്ത പ്രസിദ്ധീകരണം, മാതൃഭൂമി തൊഴിൽ വാർത്ത അല്ലെ, വർഷങ്ങളായി നമുക്കറിയാം ഉദ്യോഗാർത്ഥികളുടെ ഉറ്റമിത്രം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രസിദ്ധീകരണം നമ്മളിലേക്ക് വിജ്ഞാപനങ്ങളും അറിയിപ്പുകളും അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട വിവിധ സിലബസിലെ കണ്ടന്റുകളും നമ്മളിലേക്ക് എത്തിക്കുന്നു. തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി വായിക്കാനും അത് സാവകാശം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് മനസ്സിലാക്കാനും ഒക്കെ തീരെ മനസ്സ് കുറഞ്ഞ സമയം കുറഞ്ഞൊരു കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ തവണത്തെ തൊഴിൽ വാർത്തയിലെ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ ഒന്ന് പരിശോധിച്ചുകൊണ്ട് കണ്ണോടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കാം. അപ്പൊ ഇനി എല്ലാ ആഴ്ചയും പുതുപുത്തൻ തൊഴിൽ വാർത്തയിലെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ പരിചയപ്പെടുത്തുന്ന കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് രാഖിൽ RS. അപ്പോൾ നമുക്ക് തൊഴിൽ വാർത്തയുടെ പ്രധാനപ്പെട്ട വിശകലനത്തിലേക്ക് പോകാം. തൊഴിൽ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇത്തവണ പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിലും പരമാവധി നോട്ടിഫിക്കേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് PSC ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം പോസ്റ്റ് ഓഫീസുകളിൽ 21,413 ഡാക് സേവക് തസ്തികകളാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുക. പിന്നീട് ഇന്ത്യൻ ഓയിൽ പിന്നീട് കോർപ്പറേഷനിലേക്ക് 487 അപ്രന്റീസ് ഒഴിവുകളും ബാക്കി പ്രധാനപ്പെട്ട ചില ജോബ് ഒഴിവുകളും ഇന്റർവ്യൂ ഡേറ്റുകളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു തൊഴിൽ വാർത്ത പ്രഭാതം നമ്മളെ വരവേറ്റത്. അപ്പൊ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ അറിയപ്പെടുന്നത് കോൾ ലെറ്റർ ടു ദി ഇന്റർവ്യൂ ഓഫ് ദി പോസ്റ്റ് ഓഫ് ഓഫീസ് അറ്റൻഡന്റ്. നമുക്കറിയാം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്ക് ഹൈക്കോർട്ട് OA അടക്കമുള്ള പരീക്ഷകളുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം എന്നാണ് മാർച്ച് മാസം 3-ാം തീയതിക്കും 22-ാം തീയതിക്കും ഇടയ്ക്ക് വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ 3rd March 2025 ആൻഡ് 22nd March ഓഫ് 2025. 2025 മാർച്ച് 3 മുതൽ മാർച്ച് 22 വരെ നടക്കുന്ന വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള അഭിമുഖ പരീക്ഷ ഇന്റർവ്യൂ ഘട്ടത്തിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലീസ് ഡൗൺലോഡ് ദി കോൾ ലെറ്റർ ഫ്രം ദി ബിലോയിങ് ലിങ്ക്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ മറക്കരുത്, ഇന്റർവ്യൂ മാർച്ച് 3-നും മാർച്ച് 22-നും ഇടയ്ക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ തൊഴിൽ വാർത്ത നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം പോസ്റ്റ് ഓഫീസുകളിൽ 21,413 ഡാക് സേവക് തസ്തികൾ. കേരളത്തിലാകട്ടെ 1,385 ഒഴിവുകളാണ്. ഡാക് സേവക് നമുക്കറിയാം പോസ്റ്റ് ഓഫീസുകളിൽ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പിങ്ങും അത് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കൊറിയർ സർവീസും പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മാൻ നിർവഹിക്കുന്ന പല ജോലികളും ഒപ്പം IPPB ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് സേവനങ്ങൾ ഉൾപ്പെടെ നടത്താൻ ചുമതലയുള്ള ഒരു തസ്തികയാണ് ഡാക് സേവക്. താരതമ്യേന ഒരു ഗ്രൂപ്പ് D ലെവൽ തസ്തികയാണെങ്കിലും നമുക്കറിയാം ഭാവിയിൽ പ്രൊമോഷനോടെയൊക്കെ തന്നെ നമുക്ക് മുകളിലേക്ക് വരാൻ പറ്റിയ ഒരു തസ്തികയാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ. അവസാന തീയതി 3/3/2025 ആണ്. മാർച്ച് മാസം 3-ാം തീയതിയാണ് ഡാക് സേവക് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന അവസരം. നിങ്ങൾ പോസ്റ്റ് ഓഫീസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും മറ്റുമൊക്കെ തന്നെ നമുക്കത് അപേക്ഷിക്കാനുള്ള ലിങ്ക് ലഭ്യമാകും. ഓക്കെ, അപ്പോ പോസ്റ്റ് ഓഫീസ് ഡാക് സേവക് ആകാൻ നിങ്ങൾ ഒരുക്കമായി കഴിഞ്ഞോ? 10ാം ക്ലാസ് ആണ് യോഗ്യത, മറക്കാതിരിക്കുക. അടുത്തത് പ്രധാനമായിട്ടും KTDCയിൽ 10 അവസരങ്ങളാണ്. നമുക്കറിയാം KTDC മുന്നോട്ട് വയ്ക്കുന്ന വിവിധ ജില്ലകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പ്രതീക്ഷിത ഒഴിവുകളാണ്. KTDCയിലേക്ക് നിലവിൽ 10 ഒഴിവുകളുണ്ട്, 10 തൊഴിലവസരങ്ങളുണ്ട്. KTDC ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ ഫോമും മറ്റും ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ IT ഡിവിഷണൽ ഒഴിവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ IT ഡിവിഷനിൽ IT ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുണ്ട്, ഓർത്തിരിക്കണം. അതിന്റെയും ലിങ്ക് നിങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകും. അതുപോലെ തന്നെ മറ്റൊരു ഇത് ജോലിയുടെ ഒഴിവിനെ സംബന്ധിച്ചല്ല, ഇപ്പൊ കഴിഞ്ഞ 10th ലെവലിന്റെ 3rd ഫേസ് പരീക്ഷയെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് PSC പുറപ്പെടുവിച്ചു. നമുക്കറിയാം പല ചോദ്യങ്ങളിലും നമുക്കറിയാം വ്യക്തത കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം തരം പ്രാഥമിക പരീക്ഷ പ്രിലിമിനറി പരീക്ഷ 3-ാം ഘട്ടത്തിൽ 7 ചോദ്യങ്ങൾ PSC റദ്ദു ചെയ്തു. 7 ചോദ്യങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നു. 10ാം തരത്തിന്റെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ എല്ലാം തന്നെ 7 ചോദ്യങ്ങൾ റദ്ദ് ചെയ്തു. അത് പ്രധാനപ്പെട്ട ഒന്ന്
ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതാണെന്നുള്ള ചോദ്യമാണ്. അടുത്ത ശരിയായ ഉത്തരം ഭൂതല ഛായാഗ്രഹണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്നായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേടത്തുള്ള സ്ഥലം ഏതെന്നുള്ളൊരു ചോദ്യത്തിൽ അതും ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം, അതിലും ശരി ഉത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരേ സമയം പശ്ചിമ അസ്വസ്ഥത, വെസ്റ്റേൺ ഡിസ്റ്റർബൻസും അതുപോലെ തന്നെ അക്ഷാംശ രേഖാംശ സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയും ശരി ഉത്തരമായിട്ട് ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അതും ഡിലീറ്റ് ചെയ്തതാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നുള്ള ചോദ്യം അല്ലെ, മൗണ്ട് ഗെട്ടു ഗോഡ്വിനാസ്റ്റിനും അതുപോലെ നംഗപർവ്വതവും തമ്മിലുള്ള കൺഫ്യൂഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആറാമത്തെ ഫതദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റിയുള്ള പ്രസ്താവനകൾ, ഒറ്റയാനെ കണ്ടെത്തുക എന്ന കണക്കിന്റെ ഓപ്ഷൻസ് എന്നിങ്ങനെ 7 ചോദ്യങ്ങൾ റദ്ദ് ചെയ്തു. PSC ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാനാണല്ലേ. പക്ഷെ നമുക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ആ ഉത്തരം സ്കിപ്പ് ചെയ്യാനും കൂടി പഠിക്കണം എന്നാണ് PSC ഈ ഒരു പുതിയ അറിയിപ്പ് കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഒരു ചോദ്യം വ്യക്തമായിട്ട് അറിഞ്ഞാലും ഉത്തരം എഴുതിയേ പറ്റൂ എന്നുള്ള വാശി വേണ്ട. അറിയാത്തതാണെങ്കിലോ മേ ബി ഓപ്ഷനിൽ ശരി ഉത്തരം ഇല്ലെന്ന് ബോധ്യപ്പെട്ടാലോ സ്കിപ്പ് ചെയ്യാനും നമ്മൾ പഠിച്ചല്ലോ. അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ എന്താണ് വരിക? വനിതാ പോലീസ് കായികക്ഷമത പരീക്ഷ. നമ്മൾ അറിയാം WCPO പരീക്ഷയെ ആധാരമാക്കിയ ഫിസിക്കൽ ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷനാണ് ഫെബ്രുവരി 17 മുതൽ 21 വരെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു പിന്നീട് പ്രധാനപ്പെട്ട കായികക്ഷമത പരീക്ഷ. അപ്പൊ നമുക്കറിയാം ബറ്റാലിയനുകൾ ഏതെല്ലാമാണ്, നിങ്ങൾക്ക് പിന്നെ പ്രധാനപ്പെട്ട ഐറ്റംസ് എത്രണ്ണമാണ് പാസ്സാകേണ്ടതെന്നെല്ലാം നിങ്ങൾക്കറിയാം. നമ്മൾ വിശദമായിട്ട് തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറുടെ തന്നെ പോലീസിന്റെ നിരവധി വെബിനാറിലൂടെയും ക്ലാസ്സിലൂടെയും എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ആ താഴെ കാണുന്ന ലിങ്കിലൊക്കെ നോക്കിയാൽ ഒരുപാട് ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് കാണാൻ പറ്റും, നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചറുടെ അഭിമുഖം, ട്രേഡ്സ്മാൻ പ്രമാണ പരീക്ഷ, സർവകലാശാലകൾ ഓവർസിയർ പരീക്ഷ 19-ാം തീയതി, പോളിടെക്നിക് ലെക്ചറർ IT പ്രമാണ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് ഈ പ്രമാണ പരിശോധന എന്നൊക്കെ കിടക്കുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട, 18-ാം തീയതി. അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നീട് പ്രധാനമായിട്ടും ഫെബ്രുവരി മാസം നടക്കാനുള്ള പ്രധാനപ്പെട്ട ചില ഇന്റർവ്യൂകൾ, പ്രധാനപ്പെട്ട ചില എഴുത്തു പരീക്ഷകൾ, സൂപ്പർവൈസർ, പിന്നെ ISDS, അതുപോലെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറേറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST വേണ്ടിയിട്ടുള്ള എഴുത്തു പരീക്ഷയെക്കുറിച്ച്, അതുപോലെ തന്നെ മോർച്ചറി ടെക്നീഷ്യൻ, പിന്നെ കാത്ത് ടെക്നീഷ്യൻ സർവീസ്, അതുപോലെ തന്നെ കാത്ത് ലാബ് ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള തസ്തികകളിലേക്കുള്ളത്. അതുപോലെ ഇന്റർവ്യൂ വിവിധ ഡേറ്റുകൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ച് ഫെബ്രുവരി 28-ൽ അവസാനിക്കുന്ന വിവിധ ഘട്ടങ്ങളായിട്ടുള്ള ഇന്റർവ്യൂകൾ തുടങ്ങിയവയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തവണത്തെ തൊഴിൽ വാർത്ത ഞാൻ പറഞ്ഞു, നമുക്ക് നിരവധി നോട്ടിഫിക്കേഷനുകളോ എടുത്തു പറയത്തക്ക വലിയൊരു വിജ്ഞാപന പെരുമഴയൊന്നും തന്നെ ഇല്ല. വിജ്ഞാപന പെരുമഴയെല്ലാം തന്നെ PSC 2025 ജനുവരി മാസത്തിൽ തന്നെ പുറപ്പെടുവിച്ച് കഴിഞ്ഞ ഒരു മെഗാ നോട്ടിഫിക്കേഷൻ പ്രകാരം മെയ് മാസം മുതൽ പരീക്ഷകളുടെ പെരുമഴ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളെ ഈ ഒരു പരീക്ഷയിൽ കൈപിടിച്ച് നടത്താൻ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇതാ ഒരു കോഴ്സ് പരിചയപ്പെടുത്തുന്നു. 10th ലെവൽ മെയിൻ പരീക്ഷ, പ്രിലിമിനറി ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. പ്രിലിമിനറി പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പിച്ചവർ, നിശ്ചിത മാർക്കിനപ്പുറത്തേക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുള്ളവർക്കെല്ലാം ധൈര്യമായി മുന്നോട്ട് വരാം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഉൾപ്പെടെ നോട്ടിഫിക്കേഷൻ വന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ 10th ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു കോഴ്സ് കേരള PSCയുമായി ബന്ധപ്പെട്ട മുഴുവൻ 10th ലെവൽ മെയിൻ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ മുന്നോട്ട് വയ്ക്കുന്നു. താഴെ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ന്യൂ ബാച്ചിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോ നമുക്കിനി അടുത്ത ആഴ്ച തൊഴിൽ വാർത്തയുടെ പുതിയ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.